തങ്കം കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇപ്പൊ എത്തു ഹോസ്പിറ്റലിലേക്ക്. അല്ല ദുബായ് മാമ, ഇപ്പോഴത്തെ അവസ്ഥയില് അമ്മയും കൂടി ഇങ്ങോട്ടേക്ക് എത്തിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാരും വരട്ടെ. എല്ലാം കൂടി ആശുപത്രി വരാന്തയിൽ അവസാനിപ്പിക്കാനാണെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ദുബായ് മാമ, പിന്നെ എന്താടി മോളെ ചെയ്യാ? ഒരു വശത്ത് കളരിക്കക്കാര്, മറുവശത്ത് സിത്താര മേഡം, ഇപ്പൊ ദേ തങ്കവും. അതാ ഞാൻ പറഞ്ഞത്, കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയാ പിന്നെ ചൂണ്ടാനുള്ളത് മുകളിലോട്ടാ. എല്ലാം ദൈവം തീരുമാനിക്കട്ടെ. മാഡത്തിന്റെ ബ്ലഡ് പെർഫെക്റ്റ്ലി മാച്ചാ. സിത്താര മാഡം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. ഇനി എന്തൊക്കെ കള്ളങ്ങൾ പറയാനുണ്ട് നിനക്ക്? എനിക്ക് പറയാനുള്ളതൊരു സത്യമാ. മാഡം കരുതുന്ന പോലെ കൃഷ്ണ എന്റെ മകളല്ല. കൃഷ്ണയെ പ്രസവിച്ചത് മാഡമാ. മാഡത്തിന്റെ സാറിന്റെ മകളാ ഇവള്. മാഡം കഴിഞ്ഞു കേട്ടോ. ഗാഥമോളെ ഐസിയുല, പെട്ടെന്ന് കയറി കാണാൻ പറ്റില്ല. അയ്യോ മോളിക്കുട്ടി, എന്റെ മോള്. തങ്കം, ഞാൻ പറയുന്ന കേക്ക്. ഇങ്ങനെ ബഹളം വെക്കല്ലേ. കൊണ്ടുപോ മോളിക്കുട്ടി. അമ്മയ്ക്ക് വന്നേ. അമ്മ വാ. എന്റെ മോള്. ഗാഥമോളുടെ കാര്യത്തില് സിത്താരേക്കാളും സ്നേഹമാണല്ലോ തങ്കത്തിന്. കുഞ്ഞുനാള് മുതല് ഗാഥ മേഡത്തെ സ്വന്തം മോളെ പോലെ വളർത്തി. അതാ. തങ്കം, തങ്കം ഞാനൊന്ന് പറയട്ടെ. കുറച്ചു കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് കയറി കാണാം. കൃഷ്ണേ, നവീനുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്. എല്ലാവരുടെയും ധാരണ അത് ഗാഥയാണെന്നാ. അമ്മ തൽക്കാലം അങ്ങനെ തന്നെ വേണം അമ്മ പെരുമാറ്. വേറെ ഒരു മാർഗവും തങ്കം. എന്റെ മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് അത് പറയും. ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ
ബ്ലഡൊക്കെ കൊടുത്ത് സമാധാനത്തിലാ. ഇനി ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് തങ്കത്തിന് കയറി കാണാം. അമ്മ കരയാതെ അമ്മ. തങ്കം, ഞാൻ പറയുന്നത് കേക്ക്, കരയല്ലേ. അല്ല, ഇവരുടെ എങ്ങനെ എത്തി? അത് പിന്നെ തങ്കത്തിനെ അറിയിക്കാതെ പറ്റില്ലല്ലോ. തങ്കത്തിന്റെ മോള് തന്നെയല്ലേ. മാണിക്കുഞ്ഞിന് നല്ല സംശയമുണ്ട്. ആരും പിടി കൊടുക്കല്ലേ. അമ്മ ഡോക്ടർ, ഗാഥയ്ക്ക് എങ്ങനെയുണ്ട്? പേഷ്യന്റെ കണ്ടീഷൻ എന്താ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലേ? പിന്നെന്തിനാ ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കുന്നേ? ഞാൻ എന്റെ മോളെ ഒന്ന് കയറി കണ്ടോട്ടെ. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. പേഷ്യന്റിന്റെ കണ്ടീഷൻ മാറി മാറി വന്നോണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ പുറത്തുനിന്ന് ആരും തന്നെ കയറി നോക്കാൻ പാടില്ല. ഗാതമോളുടെ അമ്മ തന്നെയാ. സുഖമില്ലാത്ത ആളാ. ഹാർട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന അവസ്ഥയിലാ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എല്ലാം കൂടി അറിഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്തോണ്ട് ഞാനൊന്ന് കയറി കണ്ടോട്ടെ. ഞാൻ മാഡത്തിന്റെ ശരി, കാല് ശരി. പിടിക്കാം. അതിന് കാലൊന്നും പിടിക്കണ്ട. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനായിട്ട് പെർമിഷൻ തരുന്നത് വരെ എന്നോട് ഇനി ആരും ഒന്നും ആവശ്യപ്പെടരുത്. ശരി, കയറി കണ്ടോളൂ. ഇവര് ശരിക്കും ആരാന്നാ പറഞ്ഞേ? കുഞ്ഞുനാള് മുതല് ഗാഥയെ വളർത്തിയത് തങ്ക. തങ്കമാണ് ശരിക്കും അമ്മ സ്ഥാനത്ത്. ഓക്കെ ഓക്കെ